ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് ലൗഹുൽ മഹ്ഫൂദ് എഴുതപ്പെട്ടിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദ് എത്ര മുമ്പാണ്? ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ്. അതിൽ നിന്ന് വീണ്ടും ഒരു കോപ്പി, അതിൽ നിന്ന് ധാരാളം കോപ്പികളുണ്ട് എന്നാണ് മറ്റൊരു മേഖലയിൽ സംസാരിക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. അതിൽപ്പെട്ട ഒന്നാണ് ഈ 2000 വർഷം മുമ്പെയുള്ള ഈ മറ്റൊരു കിതാബ്. 2000 വർഷം മുമ്പ് അൻസല മിൻഹു ആയതൈനി ഖതമ ബിഹിമാ സൂറത്തുൽ ബഖറ. അതിൽ നിന്ന് 2 ആയത്തുകൾ അല്ലാഹു ഇറക്കിയിട്ട് സൂറത്തുൽ ബഖറയെ അവസാനിപ്പിച്ചു. സൂറത്തുൽ ബഖറയെ അവസാനിപ്പിച്ചു. വലാ യുഖ്റആനി. ഇനി ശ്രദ്ധിക്കുക, അടുത്തത് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഈ പോരിശ കൊണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യമാണ്. എന്താണ്? വലാ യുഖ്റആനി ഫീ ദാരിൻ സലാസ ലയാലിൻ ഫയഖറബുഹാ ശൈത്താൻ. ഈ ഭാഗം ഒരാൾ വീട്ടിൽ 3 ദിവസം കണ്ടിന്യൂസായി ഓതിയാൽ പിശാച് ആ വീട്ടിലേക്ക് അടുക്കുകയില്ല. കണ്ടിന്യൂസായി ഓതിക്കൊണ്ടിരിക്കുക ഈ ഭാഗം. സൂറത്തുൽ ബഖറ തന്നെ ഓതാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഖൈർ. പറ്റില്ലെങ്കിൽ അവസാനത്തെ ഈ 2 ആയത്തുകൾ. സലഫുകൾ അവരുടെ ഇശാ നമസ്കാര ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ ഈ 2 ആയത്തുകൾ ഓതിയിരുന്നു. ആമന റസൂലും അതേപോലെ തന്നെ ലാ യുകല്ലിഫുല്ലാഹു. കാരണം രാത്രിയിൽ ആ സുന്നത്ത് നമസ്കാരത്തിൽ ഓതുക, അല്ലെങ്കിൽ വിത്റിലാകാം, തഹജ്ജുദിലാവാം, അല്ലാതെയുമാകാം. പക്ഷേ ഇത് വീട്ടിൽ ഓതുന്നത് വളരെ വലിയ കാര്യമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അബീ മസ്ഊദിനിൽ ബദരി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ആയതാനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ മൻ ഖറഅഹുമാ ഫീ ലൈലത്തിൻ കഫതാ. സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്ത് രാത്രിയിൽ ആരാണോ അത് ഓതുന്നത് അയാൾക്കതു മദീന എന്ന് പറഞ്ഞാൽ സകല ജിന്നുകളിൽ നിന്ന്, ശൈത്താനുകളിൽ നിന്ന്, മറ്റു ഉപദ്രവകാരികളായ ആളുകളിൽ നിന്ന്, അസൂയാലുക്കളിൽ നിന്ന് എല്ലാം സംരക്ഷണം ലഭിക്കാൻ ഈ 2 ആയത്തുകൾ മതി. അതിനു പുറമെ രാത്രിയിലുടനീളം ഓതി നമസ്കരിച്ചതിൻ്റെ പ്രതിഫലമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ധാരാളം പ്രതിഫലം ലഭിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക. ധാരാളം ഖൈറുകൾ നേടിത്തരുന്നു, ഒട്ടനവധി ഷർറുകളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു.